മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവം വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. മർദ്ദനം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. മർദ്ദനമോ സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. മന്ത്രി ഇന്ന് വെളുപ്പങ്കാലം 4 മണിക്ക് സ്ഥലം കാലിയാക്കി പോയി എന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലോ അല്ലാതൊക്കെ കാണുന്ന മന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തിരിക്കുന്ന ആൾക്കാർ, പാവം അവിടുത്തെ നഴ്സുമാർ ഒക്കെ, ഇതിനകത്ത് പോലീസ് ശരിക്കും പെട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും ആ ഒരു പരമ്പര അവസാനിച്ചു. അല്ലെങ്കിൽ വീണ ജോർജിന് പരുക്ക് പറ്റി, അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ. ഇത് നമ്മൾ പറഞ്ഞ വാർത്തയല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്താമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന പ്രധാന സെൻസേഷണലായിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു വാർത്തയാണ്. മന്ത്രി വീണ ജോർജ് അതീവ ഗുരുതരാവസ്ഥയിൽ ICUയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മന്ത്രിയെ സന്ദർശിക്കുന്നു. അങ്ങനെയൊരു ന്യൂസ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന് കേസെടുക്കണമെന്നുള്ള സമ്മർദ്ദം, ആഭ്യന്തരത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം. അവസാനം മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുത്തു നോക്കുമ്പോൾ മന്ത്രി വീണ ജോർജിന് ഒരു ചുക്കുമില്ല. യാതൊരുവിധ പ്രശ്നങ്ങളും അവരുടെ റെക്കോർഡുകളിലൊന്നുമില്ല. ഉന്നതപരമായിട്ടുള്ള ആരോഗ്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ മാറ്റേണ്ട സാഹചര്യം ഒന്നും നിലവിലില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിൽ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. കാരണം ആ വിഷ്വൽസ് ഒക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രോട്ടോകോൾസ് ഒന്നും ലംഘിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ മന്ത്രി വീണ ജോർജിന് കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും പിഴവുകളില്ല. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ആക്രമണങ്ങളും വീണ ജോർജിന് ഏറ്റിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇത് പൊതുവെ വന്ന് പൊതുവിടത്തിലേക്ക് മന്ത്രി പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് പറയാൻ ഉള്ള ഒരു മടി. കാരണം പറഞ്ഞു വരുമ്പോൾ ഭരണപക്ഷത്തിന്റെ പോലീസല്ലേ, വീണ്ടും ഇതേ ഉദ്യോഗങ്ങളിലൊക്കെ ഇരിക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവർക്കിത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രി വെളുപ്പാൻ കാലത്ത് തന്നെ, എനിക്കൊന്നും മാധ്യമങ്ങളുടെ ഒന്നും പിടിപെടാതിരിക്കാനായിരിക്കാം വെളുപ്പാൻ കാലത്തുള്ള ഒരു അതെ, ആ ഒരു പോക്കെന്ന് പറയുന്നത് ചിലപ്പോൾ കൂളായിട്ട് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണില്ലേ, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന സമയത്ത് വളരെ അവശ നിലയിലും കാണാത്ത സമയത്ത് ഇതേപോലെ ഈ പറയുന്ന ICUവിന്റെ അകത്തൊക്കെ സെൽഫി എടുത്തും ഒരു ടൂറൊക്കെ പോയിരിക്കുന്ന പ്രതീതിയിൽ, അല്ലെങ്കിൽ പട്ടുസാരിയും പൊട്ടുമൊക്കെ ധരിച്ച് ഒരു സീരിയൽ രീതിയിലൊക്കെ ഒരു മന്ത്രി ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ മറ്റൊരു വശമാണ്. അപ്പൊ ഇതൊന്നും ആരും കാണാതിരിക്കാനായിരിക്കാം പ്രത്യേകിച്ച് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കഥ പോയില്ല. ഇവര് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ തിരക്കഥ പോലെ ഇക്കാര്യം പോയില്ല. അതായത് തുടക്കം നല്ലതായിരുന്നു, പക്ഷെ എവിടെയൊക്കെ ഒരു പാളിച്ചകൾ ഉണ്ടായി. അവസാനം ഇതേ രീതിയിൽ കപ്പിത്താന്റെയും മന്ത്രി വീണ ജോർജിന്റെയും തലയിലേക്ക് തന്നെ വരുന്ന ഒരവസ്ഥയാണ് കേൾക്കുന്നത്. അതിൽ എങ്ങനെയെന്നറിയോ, അതായത് ഈ വീണ ജോർജിനെ ഇങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇതിൽ എന്ത് സംഭവിച്ചു, ഇത് വധശ്രമത്തിന് കേസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം വരികയാണ്. അല്ല, ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇവർക്ക് അടിയേറ്റു, അല്ലെങ്കിൽ മന്ത്രിക്ക് അടിയേറ്റു, അല്ലെങ്കിൽ അങ്ങനെ ഗുരുതരാവസ്ഥയിലൊക്കെ ഒരു മന്ത്രി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കണ്ട് ബോധമില്ലാത്ത കുട്ടികളൊന്നും അല്ല സമരത്തിലൊക്കെ ഒരു ഗുരുതരാവസ്ഥയിൽ ഒരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5-6 അല്ലെങ്കിൽ കേരള പോലീസിലെ കടാഘടികന്മാരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും പ്രതീകാത്മകമായിട്ട് ചെയ്യാൻ ഇവിടുത്തെ കുട്ടികൾക്ക് അറിയാം. അതൊന്നും അത്ര കണ്ട് തലയ്ക്ക് ബോധമില്ലാത്ത പിള്ളേരൊന്നുമല്ല. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ ഒരിക്കലും കരിങ്കൊടി കാണിക്കുക ഒരു പ്രതീകാത്മക സമരമാണ്. പ്രതിഷേധത്തിൽ ഏറ്റവും പ്രതീകാത്മകമായ ഒരു സമരമാണ്. പ്രതീകാത്മകമായ ആ ഒരു സമരം ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ അവരങ്ങനെ പദവി, പുരുഷനായാലും സ്ത്രീ ആയാലും ആ പദവിക്ക് മാന്യത കൊടുക്കാൻ ഇവർക്കറിയാം. അത്ര കണ്ട് തലയ്ക്ക് വെളിവില്ലാത്ത ഇവരുടെ തിരക്കഥയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉയർത്തി കാണിച്ച, അല്ലെങ്കിൽ കരിങ്കൊടി കാണിച്ച, കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, വെറുതെ കാണിച്ചതല്ല, ഒരു ഗുരുതര പ്രശ്നത്തിന്റെ പേരിൽ തന്നെയാണ് ഈ കരിങ്കൊടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു നാടകം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി ഞാൻ പൊതുവിടത്തിലേക്ക് വരുമ്പോൾ ആരും കരിങ്കൊടി കൊണ്ടുവരില്ല. തീർച്ചയായിട്ടും ഇതിന് ശേഷവും നിങ്ങൾ നോക്കിക്കോളൂ, ഇവർ ഇനി പുറത്തേക്ക് വരുന്ന ഈ ഭരണം തീരുന്നവരെയും വീണ ജോർജ് ഇനി വരുന്ന വേദിയിലും ഈ കുട്ടികൾ സമരത്തിനുണ്ടാവും എന്ന് തന്നെയാണ്. ട്രോൾ പേജുകളിലൊക്കെ കത്രിക വീണ ജോർജ് എന്ന് പറയുന്ന ഒരു പേരായിരുന്നു ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറി നാടകമെന്നും അഭിനേത്രിയെന്നും. കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിൽ ഈ പറയുന്ന മന്ത്രി അഡ്മിറ്റ് ആയുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കന്മാരുടെ കോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ വളരെ രസകരമായ ഒരു പത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കോട്ടുകളാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങളുടെ മന്ത്രിയെ വധശ്രമത്തിന് ശ്രമിച്ചു, അപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ നേതാവ് പറയുന്നു
മികച്ച അഭിനേത്രി. വീണ്ടും അടുത്ത് ഗോവിന്ദൻ മാസ്റ്ററിന്റെ ആണെന്ന് തോന്നുന്നൊരു കോട്ട് വരുന്നു. നിങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഈ പറയുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു. അടുത്ത ഒരു കോട്ട് വരുന്നു. അതിന്റെ അപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ അടുത്തത് അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഫിലിം ഫെയർ അവാർഡ് കൂടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് മന്ത്രി വീണ ജോർജിനാണ്. അടിയേറ്റ വീണ ജോർജ്, അല്ലെങ്കിൽ ദൂരെ കൂടെ ഒരു കൈ പോകുമ്പോൾ തന്നെ കഴുത്തിന് ഉളുക്ക് വീഴുന്ന അത്രയും വലിയൊരു അഭിനേത്രി അല്ലെങ്കിൽ നടി. കൈയൊന്നും പോയിട്ടില്ലെന്നേ, വെറുതെ ഈ പറയുന്ന പോലെ. ഇതിപ്പോ പോലീസ് മേധാവി പറഞ്ഞു, കണ്ണൂര് ഈ പറയുന്ന പ്രസ്തുത നമ്മൾ കണ്ടതാണ്, വനിതാ പോലീസിൽ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ആ മാഡം. അവരെ തള്ളി മാറ്റാൻ മന്ത്രിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ പോലീസ് എന്തെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കും. കാര്യം അവർ കൂടെ ഉള്ളപ്പോൾ നടന്നൊരു സംഭവം മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഇവർ ദേഹത്തൊന്നും മുട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് KSU പ്രവർത്തകരെക്കാട്ടിലും ഇവർക്ക് ഈ പ്രൊട്ടക്ഷൻ അയച്ചിട്ടുണ്ടായിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ്. അവരുടെ ദേഹത്ത് അല്ലെങ്കിൽ അവരുടെ പേരിലും ഈ പറയുന്ന റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. റെയിൽവേ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കൂടെ പോയ പോലീസുകാർ എന്തായാലും കുരുങ്ങും. അത് വേറൊരു വിഷയമാണ്. അതെ, നിങ്ങൾ എന്തുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ശ്രമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കേസുകളൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പോലീസിനെതിരെ ഭയങ്കരമായ കെടുകാര്യസ്ഥയായിട്ട് പ്രകാരം ഭരണം തീരാൻ പോകുന്നു. ഭരണം കഴിയാൻ പോകുമ്പോൾ ഈ സർക്കാരിനൊപ്പം നിൽക്കുന്ന പോലീസ് സർക്കാരിനെ ഇവരെ കൈയൊഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഷ്യവും വരുന്നുണ്ട്. അപ്പൊ പോലീസിനെതിരെ പഴിചാരാനുള്ള പരിപാടിയും കൂടെ അവർ നോക്കിയിട്ടുണ്ട്. അപ്പൊ പോലീസിനെതിരെ പഴിചാരാനും അതിന് റിപ്പോർട്ട് തയ്യാറാക്കാനും സമ്മർദ്ദം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം, വധശ്രമത്തിന് പറഞ്ഞ് FIR ഉണ്ടാക്കാൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് മേധാവി റവാഡ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ എന്താ ചെയ്യുക? അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ ആ റിപ്പോർട്ടൊന്നും തയ്യാറാക്കുന്നില്ല. അഥവാ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒന്നും ഇല്ല, പ്രശ്നമില്ല. ഇനിയിപ്പോൾ ആരും അറിയാതെ ഈ സംഭവം തേഞ്ഞു മാഞ്ഞങ്ങ് പോകാനേ സാധ്യതയുള്ളൂ. കാര്യം ഈ കണ്ട ആരൊക്കെയാ മെഴുകി വാരിയിരിക്കുന്നത്? MV ജയരാജന്റെ സംസാരം കേട്ടായിരുന്നു, MV ഗോവിന്ദന്റെ സംസാരം കേട്ടായിരുന്നു, ഷംസീറിന്റെ. നാണമില്ല ഇതൊക്കെ സംസാരിക്കാനായിട്ട്. അല്ല, ഇവർക്ക് തന്നെയാണ് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് നാണക്കേട് ഉണ്ടാകാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ തന്നെ ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ഒരു മന്ത്രി കിടന്ന് കരയുകയാണ്, എന്നെ അടിച്ചു, എന്റെ കഴുത്തുളുക്കി. അതും ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ KSU പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് 100 പേരൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ ഒരു കരിങ്കൊടി കാണിച്ചപ്പോഴത്തേക്കും അവിടെ കിടന്ന് കരയുകയാണ്, എന്നെ അടിച്ചു, എന്നെ അത് ചെയ്തു, എന്നെ ഇത് ചെയ്തു. ഇങ്ങനെ കിടന്ന് കരയാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നത്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു പടയാളികൾ വന്നു പറയുകയാണ് ഞങ്ങളുടെ മന്ത്രിയെ അവർ ആക്രമിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തിനാണ് സ്ഥാനത്തിരിക്കുന്നത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് യാതൊരു വിരുദ്ധ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സംസാരിക്കാൻ ഒരു മന്ത്രി പോലും ഇല്ല. നമ്മൾ നേരത്തെ പല വിഷയങ്ങൾ സംബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ചക്കയെ പറ്റി ചോദിക്കുമ്പോൾ അവർ മാങ്ങയെ പറ്റി ഉത്തരം പറയും. എന്നിട്ട് മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ചക്കയെ പറ്റി സംസാരിക്കുകയില്ല. അതേ രീതിയിലാണ് വീണ ജോർജിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരോഗ്യ മേഖലയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കഴുത്തിന് ഉളുക്കായി എന്ന് പറയും. അതേപോലെ തന്നെ എന്നെ കരിങ്കൊടി കാണിച്ചു എന്ന് പറയും. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിരക്കഥകൾ ആരാണോ നിർമ്മിച്ച് നൽകിയത്, ചിലപ്പോൾ ഇതിനുശേഷം വീണ ജോർജ് ഫോണിലൊക്കെ സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് ആരോടാണ് സംസാരിച്ചെങ്കിൽ അവരായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഡയറക്റ്റ് പോയി അങ്ങ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോ, ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം എന്നുള്ളത്. പക്ഷേ ആ കഥ പൊളിഞ്ഞു പോയി. റിപ്പോർട്ടിനകത്ത് ഒരു ചുക്കുമില്ല, മന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ സുഖമായിട്ട് ക്ലിപ്പ് ഹൗസിലേക്ക് വല്ലതും ആയിരിക്കാൻ പോയിരിക്കുന്നത്. നല്ല സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മന്ത്രി എന്തായാലും സുഖമായിട്ട് തന്നെ ഇരിക്കുക. അവർക്ക് അവിടെ വസതി ഉണ്ടല്ലോ. അവര് വഴുതക്കാട് എന്തോ തൈക്കാട് ദിവസോ അങ്ങനെ എന്താണ് അവരുടെ വസതി. ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാധ്യമങ്ങൾ ചെല്ലാൻ അല്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത. ചിലപ്പം തിരുവനന്തപുരത്തേക്കാണോ അത് ഇനി അവരുടെ പത്തനംതിട്ട വീട്ടിലേക്കാണോ? ഏതായാലും വളരെ നല്ല പേരാണ്. ഒന്ന്, സമരം എന്തെന്ന് നേരിട്ട് കണ്ടിട്ടില്ല. ആകെ ഉണ്ടാവുക മാധ്യമപ്രവർത്തനത്തിലെ എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ സമരമുഖം അറിയാത്തത് കൊണ്ടായിരിക്കാം 100 മീറ്റർ അപ്പുറത്ത് ആൾക്കാർ നിന്നാലും തനിക്കെതിരെ തന്നെ ആക്രമിച്ചതാണെന്ന് തോന്നുന്നത്. ചിലപ്പോൾ ആ ഒരു മുഖത്തേക്ക് വരാത്തതിന്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും മന്ത്രി സുഖമായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. സുഖമായി തന്നെ ഇരിക്കുക. കാരണം ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അത് ഏറ്റുവാങ്ങാനുള്ള ശേഷി നമ്മുടെ മന്ത്രിക്ക് വേണ്ടത് തന്നെയാണ്. നന്നായിട്ട് ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ നോക്കിയിരിക്കട്ടെ.